എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നേരെ ഗീതാഞ്ജലിയുടെ ഗോവിന്ദന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന അജാസ് ഗോവിന്ദനെ വിളിക്കുകയാണ്. ഗോവിന്ദനെ വിളിച്ചിട്ട് പറഞ്ഞു, ഗീതുമാടം എവിടെയുണ്ട്? മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിലുണ്ടെന്ന് പറയണം. അപ്പൊ ഒരു കാര്യം ചെയ്ത് നീ ആ റൂട്ട് മാപ്പ് ഇങ്ങോട്ട് എനിക്ക് ഇട്ട് തരാൻ പറയാണ് അജാസിനോട്. അങ്ങനെ അജാസ് ഗീതുള്ള ക്ഷേത്രത്തിനെ കുറിച്ചുള്ള റൂട്ട് മാപ്പൊക്കെ ഗോവിന്ദൻ ഇട്ട് കൊടുക്കുകയാണ്. ശരി ശരി, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് എത്തിക്കോളാം എന്നൊക്കെ പറയണം. ഫോൺ വെച്ച് കഴിയുമ്പോൾ ഗോവിന്ദ് ആലോചിക്കുന്നത്, എന്തിനായിരിക്കും അവൾ അങ്ങോട്ട് പോയത്? അത് ഇത്ര അകലെയുള്ളൊരു ക്ഷേത്രത്തിലേക്ക്. ഇനിയിപ്പം അവൾക്ക് വേണ്ടി അവിടെ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവോ? അതോ ഇനിയിപ്പം വിജയലക്ഷ്മി ആയാലും കൂടെ ഉണ്ടോ? പറയാൻ പറ്റില്ല. വിജയലക്ഷ്മിയുടെ അടുത്ത് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവരവിടെ ഇല്ലെന്നല്ലേ പറഞ്ഞു. ഇപ്പം രണ്ടുപേരും ഒരുമിച്ചാണ് പോയേക്കുന്നത്. ഒന്നും അറിയത്തില്ല. എന്താണല്ലോ അവിടെ ചെല്ലുമ്പോൾ അറിയാലോ. അങ്ങോട്ട് പോയി നോക്കാന്നോർത്ത് ഗോവിന്ദ് അങ്ങോട്ട് വരുവാണ്. ഈ സമയം രാവിലെ രേഖ എഴുന്നേറ്റിട്ട് രേഖ ഗീതുവിനെ അവിടെ നോക്കുന്നുണ്ട്. പക്ഷെ ഗീതുവിനെ അവിടെ എങ്ങും കണ്ടില്ല. ഈ സമയത്താണ് കാഞ്ചന അങ്ങോട്ട് വരുന്നത്. അപ്പൊ കാഞ്ചനോട് ചോദിച്ചു, ഗീതു എന്തിയാ കാഞ്ചന? ഗീതുവിന് രാവിലെ കണ്ടില്ലല്ലോ എന്ന് പറയണം. ഗീതുപ്പാപ്പയോ? ഗീതുപ്പാപ്പ രാവിലെ സ്കൂട്ടിയും കൊണ്ട് എങ്ങോട്ടാണ്ട് പോയെന്ന് പറയാം. സ്കൂട്ടിയും കൊണ്ട് പോയി എങ്ങോട്ടാന്ന് അറിയത്തില്ല. പോയ പടി ഇവിടെയാണ്ടേ. ഗോവിന്ദമാമയാണെങ്കിൽ ഗീതുപ്പാപ്പനെ കണ്ടില്ലെന്ന് പറഞ്ഞ് ഇതിലൂടെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് കാറിന് ചാവി എടുത്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. എങ്ങോട്ട് പോയി അതൊന്നും അറിയത്തില്ല. ആകെപ്പാടെ വെപ്രാളപ്പെട്ട പോയെന്ന് പറയണ. ഈ സമയത്ത് അയ്യപ്പേട്ടൻ അങ്ങോട്ട് വന്നു. അപ്പൊ അയ്യപ്പേട്ടനോട് രേഖ ചോദിച്ചു, അല്ല ഗീതു എങ്ങോട്ടാ പോയെന്ന് അയ്യപ്പേട്ടൻ അറിയാമെന്ന് ചോദിക്കണം. ഗീതു കുഞ്ഞ് എങ്ങോട്ട് പോയാനാ? അത് ഇത്രയും രാവിലെ എങ്ങോട്ട് പോയാനാ? എങ്ങോട്ടാന്ന് അറിയത്തില്ല. കാഞ്ചന പറഞ്ഞു സ്കൂട്ടി എടുത്തോണ്ട് പോയെന്ന്. ആ പുറകെ ഗോവിന്ദേട്ടനും പോയിട്ടുണ്ടെന്നാ പറഞ്ഞേ. ഗോവിന്ദേട്ടൻ ആ പടം വെപ്രാളത്തിലായിരുന്നാ പറഞ്ഞേ. അയ്യപ്പേട്ടൻ പറഞ്ഞു, എന്റെ ഭഗവാൻ ഇനിയിപ്പം ഗീതു കുഞ്ഞിന് വല്ല ആപത്തും വരുമോ? ഇനി അതുകൊണ്ടാണോ ഗോവിന്ദ കുഞ്ഞ് അങ്ങോട്ട് പോയേക്കുന്നേ? ഗീതു കുഞ്ഞിനല്ല ഈയിടെ ആയിട്ട് തന്നെ വിടാനൊന്നും ഗോവിന്ദ കുഞ്ഞിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമോ. എന്തോ അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നൊക്കെ ഭയപ്പെടുന്നുണ്ട്. ഇനിയിപ്പോ അതായിരിക്കുമോ പോയേക്കുന്നത്? എന്നെ ഗണപതി ഭഗവാൻ ഒരാപത്തും കൂടാതെ രക്ഷിച്ചോണേ, രണ്ടുപേർക്കും ഒരു ആപത്തും വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പേട്ടൻ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുകയാണ്. ഈ സമയത്ത് കിഷോർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ആരായിരിക്കും ഗീതുവിന്റെ ശത്രു? ആരെ കൊടുക്കാനായിട്ടാ? പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണമെന്നും പറഞ്ഞാൽ അവളിരിക്കുന്നേ. ശത്രുവാന്നറിയുമായിരുന്നേ തനിക്ക് ഗുണമുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ശയനപ്രദക്ഷിണമൊക്കെ നടത്താനങ്ങണ്ടാ വന്നേക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അങ്ങനെ കിഷോർ നോക്കിക്കഴിയുന്ന സമയത്ത് ഗീതു ശയനപ്രദക്ഷിണം നടത്താൻ തുടങ്ങുകയാണ്. സാന്ദ്രയാണ് അതിന് സഹായിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവ്വതെങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഭർത്താവിന്റെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയൊക്കെ നടത്തിയതിന് ശേഷം ഗീതു ശയനപ്രദക്ഷിണം നടത്താനായിട്ട് ആരംഭിക്കുകയാണ്. അപ്പൊ സാന്ദ്ര ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഗീതുവിനെ ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുക. ശയനപ്രദക്ഷിണം നടത്തുന്ന സമയത്ത് ഇങ്ങനെ ഉരുട്ടിവിടാനായിട്ട്. അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഈ സമയത്താണ് പുറത്ത് ഗോവിന്ദ് വന്നിരുന്നേ. ഗോവിന്ദിന്റെ കാറ് വന്നിരുന്നേ. അപ്പൊ ഗോവിന്ദ് വന്നപ്പോൾ അജാസിനോട്, അജാസ് പുറത്തുണ്ടായിരുന്നു. ഗീതു എന്തെന്ന് ചോദിക്കണം. ഗീതമ്മയുടെ ഉള്ളിലുണ്ട്. ശരി ശരി ആയിക്കോട്ടെ എന്ന് പറയാണ്. ഗോവിന്ദ് പെട്ടെന്ന് അകത്തേക്ക് കയറി വരികയാണ്. അകത്തേക്ക് കയറി വന്ന് കഴിയുമ്പോഴത്തേനാണ് അവിടെ ജോത്സനെ കണ്ടത്. നേരത്തെ ഗോവിന്ദന്റെ വീട്ടിലുണ്ടെന്ന അതേ ജോത്സൻ തന്നെയായിരുന്നു അവിടെ പ്രശ്നം വെക്കാനും കാര്യങ്ങൾക്കെല്ലാം വന്നുകൊണ്ടിരുന്നേ. ഗോവിന്ദന്റെ അച്ഛൻ മാധവനാരുണ്ടായിരുന്ന സമയത്ത് ഏത് കാര്യത്തിനും പുള്ളിക്കാരനെ വിളിച്ചായിരുന്നു നോക്കിയിരുന്നേ. പിന്നീട് രാധിക വന്നതിന് ശേഷമാണ് അവരെ പുറത്താക്കിയതിന് കാരണം വിജയലക്ഷ്മിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരുന്നു. വിജയലക്ഷ്മിയുടെ അടുത്ത് പോകുന്നു, വിജയലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ തിരക്കുന്നു, അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് അയാളെ പുറത്താക്കിയത്, ആ ജോത്സ്യനെ പുറത്താക്കിയത് തന്നെ. പിന്നീട് ഗോവിന്ദനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദന്റെ അടുത്തേക്ക് ജോത്സ്യം വരുന്നുണ്ട്. അപ്പം ഗോവിന്ദൻ ചോദിച്ചു, അല്ല ഗീതു ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഗീതുവിനെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാന്ന് പറയാം. ഓ, ഗീതു കുഞ്ഞിനെ കാണാൻ വന്നതല്ലേ? ഗീതു കുഞ്ഞ് ഇപ്പൊ ശയനപ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നത്. ശയനപ്രദക്ഷിണോ? എന്തിന്? അത് ഗോവിന്ദന്റെ ദീർഘായുസിനും ആരോഗ്യത്തിനും വേണ്ടി ശയനപ്രദക്ഷിണം നടന്നത്. ഗോവിന്ദന്റെ ജീവൻ ഇപ്പൊ ആപത്തിലാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഗീതു ചെയ്താ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ഗോവിന്ദന് സങ്കടവും ദേഷ്യം എല്ലാം വന്നു. ആകെപ്പാട് ടെൻഷൻ അടിച്ച് അങ്ങോട്ട് കയറി വന്നേ. അവള് തന്നെ ഒരിടത്ത് പോവല്ലെന്ന് പറഞ്ഞാണ്. എന്നിട്ടാണ് അവൾ ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയേക്കുന്നത്. ഗോവിന്ദ് പറഞ്ഞു, അതൊക്കെ ആരെ ഗീതുവിനോട് പറഞ്ഞെന്ന് ചോദിക്കണം. പ്രശ്നം വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോ അങ്ങനെ കണ്ടായിരുന്നു. ഇപ്പം ഗോവിന്ദൻ കുഞ്ഞിന് വ്യാഴം ദുർബലനായിട്ടിരിക്കുക. അപ്പൊ ഗീതുവിന്റെ ആ ഒരു ബലത്തിൽ മാത്രം, പ്രാർത്ഥനയോടും ബലത്തിൽ മാത്രമാണ് ഇപ്പം ഗോവിന്ദന് ജീവൻ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നറിയാവോ? നിലനിൽക്കും തന്നെ. അപ്പം കുഞ്ഞിന് ഒരു ആപത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാ ഗീതു ഇവിടെ ഒന്ന് ശയനപ്രദക്ഷിണം നടത്തുമെന്ന് പറയാം. പെട്ടെന്ന് ഗോവിന്ദൻ എന്ത് ചെയ്യുക, ഞാൻ അവളെ ഒന്ന് കണ്ടു കെട്ടുമ്പോൾ അങ്ങോട്ട് ചെല്ലുവാണ്. ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീത ശയനപ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് സാന്ദ്ര സഹായിച്ചുകൊണ്ടിരിക്കുക. ഗോവിന്ദ് പെട്ടെന്ന് അങ്ങോട്ട് ചെന്നതിന് ശേഷം ഗീതുവിനെ ശയനപ്രദക്ഷിണം നടത്താനായിട്ട് സഹായിക്കുകയാണ്. ഗീതു ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും ഗോവിന്ദ വന്നിരിക്കുന്നത്. ഗീതുവിന് മനസ്സിലായി അജാസ് കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതാണ് കണ്ണേന്റെ ഇത്ര ധൃതി പിടിച്ചിങ്ങോട്ട് ഓടി വന്നേക്കുന്നത്. അല്ലെങ്കിലും 2-3 വട്ടം തന്നെ വിളിച്ചായിരുന്നു, താൻ കോളൊന്നും എടുത്തില്ലല്ലോ. ഈ സമയത്ത് മൃത്യുഞ്ജയ ഹോമം നടക്കുമായിരുന്നു. ഗോവിന്ദിന് വേണ്ടിയിട്ടുള്ള ആ നടത്തുന്ന വിജയലക്ഷ്മിയും കൂടെ ആയിരുന്നു. പിന്നീട് ശയനപ്രദക്ഷിണമൊക്കെ നടത്തി
വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഗീതിനോട് ചോദിച്ചു, നീ എന്ത് പരിപാടി കാണിച്ച ഗീതു? നിനക്ക് രാവിലെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ട് പോകാൻ മേലേ? നിന്നോട് 100 വട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ തനിച്ച് പോകരുത്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ ഒപ്പം വരാവുള്ളൂ. കഴിഞ്ഞ ദിവസം അജ്ഞാതന്റെ കോള് വന്ന കാര്യം നിന്നോട് പറഞ്ഞല്ലേ? നിനക്ക് വന്നല്ലേ അയാളുടെ കോള്? അയാൾ കോള് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ അതൊന്നും സംഭവിക്കാതിരുന്നിട്ടില്ല. ഇന്ന് അജാസ് ഉള്ളതുകൊണ്ട് മാത്രമല്ലേ നിന്റെ ജീവൻ രക്ഷപ്പെട്ടത്. ജസ്റ്റ് ഒന്ന് അജാസ് വരാൻ വൈകിയിരുന്നെങ്കിലോ എന്ത് സംഭവിച്ചാലും? നിനക്ക് വല്ല ബോധം ഉണ്ടോ എന്ന് ചോദിക്കുക. ഗീത് പറഞ്ഞു, അതൊന്നും എനിക്ക് പ്രശ്നമല്ല കണ്ണേട്ടാ, എനിക്കിപ്പോൾ എൻ്റെ കണ്ണേട്ടൻ്റെ ജീവന വിലെന്ന് പറയണം. ഗോവിന്ദനെ കൂടെ ദേഷ്യം വന്നു. നീ എൻ്റെ ജീവൻ രക്ഷിക്കാൻ നീ എന്നെ ദൈവമാണെന്ന് ചോദിക്കണം. അതല്ല കണ്ണേട്ടാ, ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ കണ്ണേട്ടന് ആപത്തൊന്നും ഉണ്ടാവില്ലെന്നാ ജ്യോത്സ്യർ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിങ്ങ് വന്നേന്ന് വേണ്ട. നീ കൂടുതൽ പറയുമൊന്നും വേണ്ട, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എനിക്കറിയാം ഇതിന്റെ പിന്നിൽ ആരാന്നുള്ള സത്യം. ഈ സമയത്ത് വിജയലക്ഷ്മി അങ്ങോട്ട് വരുന്നുണ്ട്. വിജയലക്ഷ്മിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദന് പൂർത്തിയായി. അപ്പൊ നിങ്ങളെല്ലാരും കൂടെ ഒത്തോണ്ടുള്ള പരിപാടിയായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇന്ന് തന്നെ കണ്ടില്ലേ, ജസ്റ്റ് മിസ്സാ നീ. ഇങ്ങനെ നീ തുടങ്ങിയിട്ട് എന്ത് ചെയ്യും ചെയ്തു? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയണ്ടല്ലോ എന്ന് പറയാം. അതെന്താ കണ്ണേട്ടൻ അങ്ങനെ പറഞ്ഞേ? എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എൻ്റെ കണ്ണേട്ടന് ഒരാപത്തും വരില്ല, അത് മാത്രം എൻ്റെ ആഗ്രഹം എന്ന് പറയണം. അല്ലേലും കണ്ണേട്ടനോട് ഞാനിപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ പറയുന്നൊന്നും കണ്ണേട്ടൻ വിശ്വസിക്കില്ല. ഇനിയെങ്കിലും എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കുന്ന സ്വഭാവം നിർത്ത്. സത്യം എന്താണെന്ന് കണ്ണേട്ടനൊന്നും മനസ്സിലാക്കുക. ശത്രുക്കൾ ആരാന്ന് തിരിച്ചറിയാൻ പറയണം. ഗോവിന്ദൻ ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. നീ കൂടുതലൊന്നും എന്നെ ഉപദേശിക്കാൻ പറയണ്ട. പറഞ്ഞു കേട്ടല്ലോ, അവള് തുടങ്ങി രാവിലെ തന്നെ അവളുടെ ഒരു ഉപദേശമായിട്ട്. നിന്നോട് പുറത്തിറങ്ങേണ്ടത് പറഞ്ഞപ്പോൾ എന്നെ പുറത്തിറങ്ങണ്ട, അത്ര തന്നെയുള്ളൂ. അത് കൂടുതലൊന്നും പറയാനില്ല. പിന്നെ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇത്രമാത്രം ശയനപ്രദേശം നടത്താനും ഒക്കെ എൻ്റെ ആരാ നീ? നീ എൻ്റെ ഭാര്യയാണോ? അല്ലല്ലോ, വെറും ഒരു കോൺട്രാക്ട് മാരേജ് അത്രയല്ലേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഗീതുവിൻ്റെ തലയ്ക്ക് അടിയേറ്റവല്ലേ പെയ്യത്. ഗീതു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഗീതു പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയരുത് കണ്ണേട്ടാ. ഞാൻ കണ്ണേട്ടന് ജീവന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ഇവിടെ വന്ന് അപേക്ഷിച്ചേ. കണ്ണേട്ടന് ഒരു പോറല് പോലും സംഭവിക്കില്ല. അതാ എൻ്റെ ആഗ്രഹം എന്ന് പറയാം. പിന്നെ ആഗ്രഹം നിന്നെ ഞാൻ ഈ ജന്മത്തിൽ വിശ്വസിക്കാൻ പോകുന്നില്ല, അറിയാലോ. നീ വെറുതെ ഓരോ കള്ളത്തരങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ നിനക്ക് ഒന്നും കിട്ടിയില്ല പറയാനായിട്ട്. അപ്പൊ പുതിയ അടവായിട്ട് നീ ഇറങ്ങിയേക്കുമല്ലേ? ആരുടെയും കൂടെ കൂടിയിട്ട് എന്നെ തകർക്കാനാ നിന്റെ ഭാവമെങ്കിൽ ഓർത്താക്കിയതു. നിന്നെന്നല്ല, ഞാൻ ആരെയും വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാണ്. ഈ സമയത്താണ് വിജയലക്ഷ്മി അങ്ങോട്ട് വന്നത്. വിജയലക്ഷ്മി കേട്ട് ഗീതയോട് പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ വിജയലക്ഷ്മി എന്നിട്ട് ചോദിച്ചു, എന്താ ഗോവിന്ദേ, ഗീത പറഞ്ഞിട്ടാണ് വിശ്വസിക്കാത്തത്? ഇനിയിപ്പം ഞാൻ പറഞ്ഞ നിനക്ക് വിശ്വാസമാവെന്ന് ചോദിക്കുക. കേട്ടൻ ഗോവിന്ദൻ കൊണ്ട് ഞെട്ടിത്തെറിച്ച് നിന്നു. വിജയലക്ഷ്മിനെ കണ്ടതും അങ്ങ് ദേഷ്യം വന്നു. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. അല്ല, ഞാനൊരു കാര്യം ചെയ്തു, ഞാനും ഗീതും തമ്മിൽ ഒരു കോൺടാക്ട് മാരേജ് എങ്കിലും ഉണ്ട്. പക്ഷെ നിങ്ങൾ ഞാൻ തമ്മിൽ എന്ത് ബന്ധമുള്ളത്? എന്ത് ബന്ധത്തിന്റെ പേരിലാ നിങ്ങൾ എന്നോട് ഇതൊക്കെ പറയണമെന്ന് ചോദിക്കുകയാണ്. വിജയലക്ഷ്മി അങ്ങ് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. ഒട്ടും പ്രതീക്ഷയില്ല എങ്ങനെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഗീത നിൽക്കുന്നതുകൊണ്ട് ഒന്നും വിട്ട് പറയാനും പറ്റില്ല. എന്തായാലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഗീത സത്യങ്ങളൊക്കെ അറിയും, അത് പാടില്ല. പെട്ടെന്ന് വിജയലക്ഷ്മി പറഞ്ഞു, ഞാൻ ആരും അല്ലായിരിക്കാം, പക്ഷെ ഞാൻ ഗീതുവിന്റെ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഞാൻ പറയുന്നത് വിശ്വസിച്ചുകൂടെ? കണ്ണിക്കണുന്ന കാര്യങ്ങളും ഗീതു പറഞ്ഞു കേട്ടോളം അറിവുകളും എനിക്ക് നന്നായിട്ടുണ്ട്, ആ കുടുംബത്തെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗീതു പറയുന്ന കുറച്ചെങ്കിലും വിശ്വസിക്കണം. നിങ്ങളെ ചിലപ്പോൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ശത്രുക്കളായിരിക്കും എന്ന് പറയാം. നിങ്ങളുടെ കൂടെ ഒന്നും പറയണ്ട, എനിക്കറിയാം നിങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്താന്ന്. ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയാലോ ആരും നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല വിജയലക്ഷ്മി. അതുകൊണ്ട് കൂടുതൽ എന്നോട് സംസാരിക്കാൻ വരണ്ടെന്ന് പറയാണ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. ഗീതിന് ഭയങ്കര വിഷമം വന്നു. ഗീത പറഞ്ഞു, പോട്ടെ മാഡം, അറിയാലോ കണ്ണേട്ടൻ്റെ സ്വഭാവം അറിയാലോ, കണ്ണേട്ടൻ ഇങ്ങനെയാ. ദേഷ്യം വന്ന അപ്പം തന്നെ ദേഷ്യമാണ്, പിന്നീട് സോറ് പറയുകയും ചെയ്യും. ഇതൊന്നും എനിക്ക് അത്ര വലിയ പുത്തിരിയല്ലേ ഗീതു, നീ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ, നീ ധൈര്യമായിട്ട് പൊക്കോളാൻ പറയാണ്. നിനക്കിനി ഒരു ആപത്തും വരില്ലാന്ന് പറയാം. ഇച്ചിരി മുമ്പോട്ട് എന്നിട്ട് ഗോവൻ ചോദിച്ചു, അല്ല നീ ഇനി വീണ്ടും സ്കൂട്ടിക്ക് തന്നെ വരാനാണ് നിന്റെ പ്ലാന്? മര്യാദയ്ക്കും കൂടെ കാർ കയറി വന്നാൽ മതി, സ്കൂട്ടിയൊക്കെ ഞാൻ ആരെ കൊണ്ടല്ലേ എടുപ്പിച്ചാളാന്ന് പറയാം. അല്ല കണ്ണേട്ടൻ, ഞാൻ സ്കൂട്ടിക്ക് വന്നത്, നീ ഒരു സ്കൂട്ടിക്കും വരുന്നില്ല, മര്യാദയ്ക്ക് അങ്ങോട്ട് കയറി വന്നാളാൻ പറഞ്ഞിട്ട് ഗീതനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ്. ഗീതു വിജയലക്ഷ്മിയുടെ പോട്ടെ മാഡം എന്ന് പറയാണ്. അങ്ങനെ ഗീതു അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് കിഷോർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കിഷോർ കണ്ടു ഗോവിന്ദ് വന്നതൊക്കെ. ആ സമയത്ത് കിഷോർ അങ്ങോട്ട് മാറി നിൽക്കുമായിരുന്നു. ഗോവിന്ദ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും കിഷോർ അങ്ങ് വരുന്നുണ്ട്. കിഷോർ അങ്ങ് വന്നപ്പോഴത്തേനും വിജയലക്ഷ്മി കിഷോറിനെ കണ്ടു. എന്നിട്ട് കിഷോറിൻ്റെ അടുത്തേക്ക് കഴിഞ്ഞിട്ട് ചോദിച്ചു, അല്ല നീ കുറേ സമയമായില്ലേ ഇവിടെ കിടന്ന് കറങ്ങുന്നേ? എനിക്കറിയാം നിന്റെ ഉള്ളിലിപ്പ് ഉദ്ദേശം എന്തിനാന്ന്. നീ എന്താന്ന് ഇങ്ങോട്ട് വന്നേന്ന് പറയാം. അത് മോനെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഇത്രയും കാലം കളിച്ച കളി പോലെയല്ല ഇനിയുള്ള കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഗീതുവിനെ സ്നേഹിക്കുന്ന ആൾക്കാരെ നിനക്ക് നല്ലൊരു പണി തന്നു, പക്ഷെ അമ്മാതിരി പണി ആയിരിക്കില്ല ഞാൻ തരാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാനൊരു പണി തന്നാൽ നീ താങ്ങുമല്ല, അറിയാലോ. നീ കിടന്ന കിടപ്പിൽ കിടന്നു പോവുള്ളൂ, പിന്നെ കൈ പോലും നിനക്ക് ചലിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്കൂട്ടാകാൻ നോക്കി വിടുന്നു. ഇനി എൻ്റെ ഗീതുവിൻ്റെ കൺവെട്ടത്ത് പോലും നിന്നെ കണ്ടേ പോയേക്കിടുന്ന് പറയണം. പിന്നെ നിന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും പ്ലാനുകളും പദ്ധതികളും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് ഉപേക്ഷിച്ചേക്കാൻ പറഞ്ഞിട്ട് വിജയലക്ഷ്മി അങ്ങോട്ട് പോവാണ്. വിജയലക്ഷ്മി ആ പടം തിളച്ച് നിൽക്കുമായിരുന്നു. ഗോവിന്ദ് പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഓർത്തിട്ട് അവൻ തൻ്റെ ആരുമല്ല, അല്ലെങ്കിൽ താൻ അവൻ്റെ ആരുമല്ല എന്ന ആ ഒരു പറച്ചിൽ തന്നെ വിജയലക്ഷ്മി ആകെ തകർന്നു പോയായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നല്ലോ അത്. പിന്നീട് കാറി കയറ്റി ഗീതുവിനെ കൊണ്ടുവരുന്ന സമയത്ത് ഗോവിന്ദ് ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുമായിരുന്നു. അപ്പൊ ഗീതു
പറയാൻ ശ്രമിക്കുന്നുണ്ട്. കണ്ണേട്ട എന്നെ ഒന്ന് വിശ്വസിക്കുക, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കാൻ പറയുന്നുണ്ട്. ഇനി വിശ്വാസം വരുന്നില്ലെങ്കിൽ അജാസിനോടൊന്ന് ചോദിച്ചു വെക്കാൻ പറയാം. എനിക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, എനിക്കറിയാം. നീ കൂടുതൽ വിസ്തീരിക്കാൻ പോകണ്ടെന്ന് പറയാണ്. പിന്നീട് വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് ഗീതു പിന്നെ അജാസിനെ വിളിക്കുന്നുണ്ട്. അജാസിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് അജാസിനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറയാണ്. അപ്പം എന്താ ഗീതു മേഡം, എന്തേലും കാര്യമായിട്ട് എന്തേലും ഉണ്ടോ, ഇപ്പം പറഞ്ഞോന്ന് ചോദിക്കാം. ഇല്ല, ഞാൻ അങ്ങോട്ട് വന്നിട്ട് അജാസിനെ കണ്ടോളാന്ന് പറയാണ്. അപ്പൊ ഇനി ഗീതു അജാസിനെ കണ്ട് ആ രാധികാമ്മയെ തകർക്കാനുള്ള ആ വമ്പം പ്ലാനുകളും പദ്ധതി അജാസ് പറഞ്ഞു കൊടുക്കുകയാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം ഒക്കെ തെളിവാണ് മുഖ്യം. തെളിവ് കൊണ്ട് കാണിച്ചാൽ മാത്രം ഇനി ഗോവിന്ദ് വിശ്വസിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഗീതു നേരെ രാധികാമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. രാധികാമ്മ അടുത്ത് എന്നിട്ട് കഴുത്തേൽ ലോക്കറ്റ് ഉണ്ട്, ക്യാമറ ഇട്ട ലോക്കറ്റ്. ഇപ്പൊ അവരുടെ മുന്നിൽ വെച്ച് ഗീതു തനിച്ചുള്ളപ്പോൾ രാധികാമ്മ എല്ലാം വെട്ടി തുറന്ന് പറയുമല്ലോ. തനിച്ചുള്ള സമയത്ത് ഗീതു അങ്ങോട്ട് ചെന്നിപ്പോൾ രാധികാമ്മ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ് ഇന്ന് പ്ലാനുകൾ നടത്തിയത്. ആ ലോറി നിന്റെ പുറകെ വന്നില്ലേ, അത് നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാ വന്നേന്നൊക്കെ പറയണം. ഇതെല്ലാം റെക്കോർഡർ ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നീട് വരുണിന്റെ സുവർണയുടെ അടുത്തും ചെല്ലുന്നുണ്ട്. അപ്പൊ അവിടുന്ന് അവർ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡാക്കുവാണ്. റെക്കോർഡാക്കിയിട്ട് തിരിച്ചു പോരുവാണ്. പിന്നെയാണ് വലിയ ട്വിസ്റ്റ് വരാൻ പോകുന്നത്. ഇത്രയും കാലം രാധികയും വരുണും സുവർണയും എല്ലാം കൂടെ കളിച്ച കളികളെല്ലാം വെളിച്ചത്താവുകയാണ്. രാധികാമ്മ അങ്ങനെ അടപടലോ അങ്ങനെ തകർന്നു പോവാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ഇനി നടക്കാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിവുമായിട്ട് വന്ന് തെളിവോട് സഹിതം ഗോവിന്ദനെ കാണിക്കാൻ പോവാണ് ഗീതു. അപ്പൊ അതിന്റെ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.